എനിക്ക് വന്നൊരു കമൻറ്റാണ്, നാച്ചുറലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിക്കൂടെയെന്ന്. കാരണം ഈ കമൻറ്റ് വന്ന ഡ്രിങ്ക് നാച്ചുറൽ ആയിട്ടുള്ള ഡ്രിങ്ക് അല്ല, അത് ഫ്രാപ്പയാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുക നമ്മൾ കോഫി, പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലേവർ, പിന്നെ മിൽക്ക്, അത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫ്രാപ്പ എന്ന് പറയുന്നത്. നമ്മൾ നാച്ചുറൽ ഫ്ലേവർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രൂട്ട്സ് യൂസ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്മൂതി, മാംഗോ സ്മൂതി. അവന്മാർക്ക് ചേഞ്ച് വേണോ? ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടു അവക്കാഡോ. ഞാൻ മാംഗോ കട്ട് ചെയ്യുന്ന രീതി കുറച്ച് ഡിഫറെൻ്റ് ആട്ടോ. നടുക്കിങ്ങനെ കട്ട് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബ്ലെൻഡറിലേക്ക് ഇതാ നിങ്ങൾ പറഞ്ഞ പോലെ നാച്ചുറൽ ആയിട്ടുള്ള മാങ്ങ തോല് കട്ട് ചെയ്ത് കഴിച്ചാൽ പോരെ എന്ന് ചോദിക്കും. നല്ല ബിസി ആയിട്ടുള്ള ഒരു ബാറിലൊക്കെ പണിയെടുക്കുന്ന സമയത്ത് ഈ മാങ്ങയുടെ കൂടെ കൊഞ്ചിക്കൊണ്ടിരിക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല. മനസ്സിലായോ? ഓക്കെ, നമ്മൾ ബ്ലെൻഡറിലേക്ക് മാങ്ങ സ്കൂപ്പ് ചെയ്തിട്ടു. നമ്മളിതാ അതിലേക്ക് തൈര് ഒഴിക്കുകയാണ്. ശുദ്ധമായ തേൻ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിലാകെ വന്ന 3 ഇൻഗ്രീഡിയൻ്റ് ആണ്. ഐസ് ക്യൂബ്സ് നമ്മളിതിലേക്ക് ഇടുന്നു, ബ്ലെൻഡ് ചെയ്യുന്നു. ഇറങ്ങി വരുന്ന കണ്ട നാച്ചുറൽ സാധനം. ഇതിൻ്റെ മുകളിലേക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള മാങ്ങയുടെ കഷ്ണം കൂടെ വയ്ക്കുക.